അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ എനക്കും സുഖം തന്നെ. ഇന്നൊന്നും പ്രതീക്ഷിക്കാതെ ഒരാൾ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ നിന്ന് നീലേശ്വരത്തു നിന്ന് എൻ്റെ ഇളയപ്പാവും ഇളയമാവും ഇന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ചെറുതായിട്ട് ചിക്കൻ കറിയും ഒരു നെയ്ച്ചോറും വെക്കുന്ന റെസിപ്പിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാട്ടിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പാത്രം അടുപ്പത്തിലേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ ഗ്യാസ് അടുപ്പ് കത്തിച്ച് അങ്ങനെ ഞാൻ പാത്രം വെക്കുന്നുണ്ട്. പാത്രം നന്നായി ചൂടാവട്ടെ. ഇനി നിങ്ങൾക്കെല്ലാം സുഖാനല്ലേ? എല്ലാവർക്കും എങ്ങനെയുണ്ട്? സുഖാനല്ലേ? ഇനി അടുത്ത മാസം 4-ാം തീയതി ഞാൻ നാട്ടിലേക്ക് പോകുന്നില്ല. ഇവിടെ വലിയൊരു പൂരം ഉണ്ട്, പ്രധാനപ്പെട്ട പൂരാണ്. അതൊന്ന് എല്ലാവരും കൂടിയിട്ട് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അതും കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് പോകുന്നില്ല. ഇളയപ്പാവും നാളെ രാവിലെ പോവും. ഇന്ന് എന്നെ കാണാൻ വന്ന് വേറൊരു സ്ഥലത്ത് അവർ വന്നത്, തിരൂര് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നതാണ്. അങ്ങനെ ഇവിടത്തേക്ക് വന്ന് എന്നെ കാണാനും കൂടി ഇതുവരെ അവർ കണ്ടിട്ട. 32 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവർ ഈ നാട് കണ്ടിട്ട. അങ്ങനെ അവർ കാണാൻ വേണ്ടിയിട്ട് വന്ന്. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിക്കുന്നുണ്ട്. നല്ലോണം ചൂടാവട്ട്. 2 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു നീരുള്ളി. ഞാൻ നീരുള്ളി എന്ന് പറയുമ്പോൾ ഇവരെല്ലാം ചിരിക്കും. ഇവിടെ സബോള എന്നല്ല പറയുന്നത്. ഞാൻ നീരുള്ളി നാട്ടിലത്തെ അതേ ഭാഷ തന്നെ. ഫസ്റ്റ് തന്നെ ഞാൻ നീരുള്ളി ഇടുന്നുണ്ട്. നീരുള്ളി ഇട്ട് പച്ചമുളകും ഇട്ട് അതിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായി ഒന്ന് വാട്ടിട്ട് ഇതൊന്ന് നന്നായി വാടിട്ട് തക്കാളി ഉള്ളി നന്നായി വാടി അതിലേക്ക് ഞാൻ 3 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി ഇതൊന്നായിട്ട് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഇത് വാടിട്ട് പച്ചമണമെല്ലാം ഒന്ന് പോട്ട്. നല്ല പൊടിൻ്റെ എല്ലാം പച്ച മണമെല്ലാം പോയിട്ടാകുമ്പോൾ നല്ല മണം വരും. ഇതിലേക്ക് നമുക്ക് ചിക്കൻ 1.5 കിലോ ചിക്കനാണ് വാങ്ങിയത്. കഴുകിയിട്ട് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. എൻ്റെ ഇളയപ്പ ചിക്കൻ കറി കൂട്ടുന്നില്ല, കൂട്ടയില്ല. 10 വർഷമായി ഞാൻ കൂട്ടിയിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇളയപ്പാക്ക് വേറെ മീൻ വെക്കണം. മസാലയുടെ നല്ല ഇതിൽ പിടിക്കട്ടെ. കുറച്ചും കൂടി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. നന്നായി ഇതൊന്ന് ഇളക്കാം. ചിക്കൻ കറി നെയ്ച്ചോറ് നല്ല രസമാണ് തിന്നാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി നമുക്ക് ഉപ്പിടാം. ഉപ്പ് കുറച്ച് ഞാൻ ഇട്ടിട്ട് നേരത്തെ ഉള്ളി വാട്ടുമ്പോൾ കുറച്ചേ ഇട്ടിട്ടും. അപ്പോൾ ഒന്നും കൂടി ഞാൻ ഉപ്പിട്ട് നന്നായി ഇതൊന്ന് അടച്ച് വെക്കാം, വേവട്ടെ. ഇവരൊന്ന് കൂട്ടിട്ട് നീലശ്വരത്തെ കറി ഇവരൊന്ന് കൂട്ടിട്ട് നീലശ്വരം ചിക്കൻ കറി അങ്ങനെ നന്നായി കറി തിളക്കുന്നുണ്ട്. കറിയിലേക്ക് ഞാൻ എന്താക്കുന്നത് 1 സ്പൂണ് ഇറച്ചി മസാലപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. ചിക്കൻ മസാലപ്പൊടിയാണ് അത് ഇടുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഞാൻ അടച്ച് വെക്കാം, വേവണത്ര അടച്ച് വെക്കാം, വേവട്ടെ. അങ്ങനെ നമുക്ക് നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നല്ലോണം ഇത് പാത്രം ഒന്ന് ചൂടാവട്ടെ. ഇത് നന്നായി ചൂടായി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നന്നായി ചൂടാവട്ടെ. അതിലേക്ക് തന്നെ 2 സ്പൂണ് പശു നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഞാൻ 2 സ്പൂണ് പശു നെയ്യ് ഒഴിക്കുന്നുണ്ട്. നല്ലോണം ചൂടാവട്ടെ. ഇതിലേക്ക് ഞാൻ ഒരു നീരുള്ളി ചെറുതായി മുറിച്ചത് ഞാൻ ഇടുന്നുണ്ട്. നന്നായി ഒന്ന് പൊരിയാക്കി. ഇതിലേക്ക് ഞാൻ കറുവപ്പട്ടി, ഏലക്കായി എല്ലാം കൂടി ഇടുന്നുണ്ട്. ഉപ്പും ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നന്നായി ഇത് നമുക്ക് അടച്ചു വെക്കാം. അങ്ങനെ നമ്മളെ വെള്ളം നന്നായി തിളച്ച്. പിന്നെ ഒരു കാര്യം പറയാണ്ട് മക്കളെ, ഞാൻ ജീവിതത്തിൽ ജീരകശാല അരിയിലെ ചോറ് ഞാൻ വെച്ചിട്ട.
തനിമരിയുടെ ചോറല്ല നമ്മൾ വെക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ മാപ്പണ്ണ കുറേ പീടികയിൽ പറഞ്ഞയച്ച് ഏടി തനിമരി ഈ നാട്ടിൽ മലപ്പുറത്ത് തനിമരി ഇല്ല അത്ര. എന്നിട്ട് ജീരകശാല അരിയാന്ന് കൊണ്ടുവന്നത്. എനിക്കറിയില്ല ഇതിൻ്റെ എങ്ങനെയാണ് ചോറിൻ്റെന്ന്. ഞാൻ നാട്ടിൽ നിന്ന് തനിമ വെക്കും പോലെ തന്നെ ഞാൻ വെക്കുന്നുണ്ട്. 1 കിലോ അരിയാണ്. നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് ഉപ്പിട്ടാ നോക്കാം. പരിചയമില്ലാത്ത അരിയാണ്. ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അങ്ങനെ നമ്മളെ ചോറ് മോശമായിനോന്ന് പറയാൻ കഴിയില്ല, പേടിയാന്ന് എനിക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ജീരകശാല അരി വെക്കുന്നത്. നല്ല ചോറായിട്ടുണ്ട്. ഇവിടെ ചോറ് റെഡിയായി. നമുക്ക് നല്ല ചോറായി. ഞാൻ വിചാരിച്ച തനിമരി തന്നെ ഞാൻ വെക്കുന്നതല്ലേ ഇപ്പം, എനിക്ക് മനസ്സിലാവൂലാന്ന്. നല്ല ചോറായിന്, നല്ല ഇതിൽ വെന്തിന് സൂപ്പർ ചോറായി. ഇനി നമുക്ക് വേവിക്കുന്നത് കാണാം. അടച്ചോ. എൻ്റെ വീഡിയോ കാണുന്ന മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.